കാനഡയിൽ 23-കാരിയായ ഇന്ത്യൻ യുവതി കൊല്ലപ്പെട്ടു. പഞ്ചാബ് സ്വദേശിനി ധർമ്മൻപ്രീത് കൗർ ആണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൗറിന്റെ പങ്കാളിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂലൈ 9 കാനഡയിലെ എഡ്മണ്ടിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ധമൻപ്രീത് ആക്രമിക്കപ്പെട്ടത്. സംഭവ ദിവസം വൈകുന്നേരം 6:44 പോലീസിന് ലഭിച്ച ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൗറിന്റെ വീട്ടിലെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതനായ നിലയിലായിരുന്ന കൗറിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 ദിവസത്തെ തീവ്രപരിചരണത്തിനൊടുവിൽ ജൂലൈ 12 അവൾ മരണത്തിന് കീഴടങ്ങി. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഫലം പുറത്തുവന്നതോടുകൂടിയാണ് കൗറിന്റേത് കൊലപാതകമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കഴുത്തു നെരിച്ചാണ് പ്രദീപ് കൗറിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പിന്നാലെയാണ് കൗറിന്റെ പങ്കാളിയായ ഋതീഷ് കുമാറിനെ എഡ്മണ്ടൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂലൈ 22 മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തി ഋതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ കേസിൽ മറ്റാരെയും പ്രതികളായി സംശയിക്കുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള അടിയന്തര നടപടികളിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. കാനഡയിൽ നിന്ന് പഞ്ചാബിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിനായി $20,000 ചെലവ് വരുന്നത്. ഈ വലിയ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗോ ഫണ്ട് മീ എന്ന ഓൺലൈൻ ഗ്രൗണ്ട് ഫണ്ടിംഗ് ക്യാമ്പയിൻ വഴി സുഹൃത്തുക്കൾ ധനസമാഹരണം നടത്തിവരികയാണ്. ഇതുവരെ $10,000 സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി തുക കൂടി കണ്ടെത്തി മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സുഹൃത്തുക്കൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.